ഇതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ജിയോയെപ്പോലെ സത്യസന്ധമാണെന്ന് കണ്ടാൽ നമ്മളോട് ദൈവം ഓരോ ആയുധങ്ങൾ ഓരോ സമയത്ത് യുദ്ധത്തിന് ആവശ്യമായ ആയുധങ്ങളെ ഇട്ട് തരും. അതെല്ലാം ഈ വചനത്തിൽ എല്ലാത്തിനും ആയുധരിപ്പുണ്ട്. അപ്പോൾ ദൈവം പെറുക്കി എറിഞ്ഞു തരും. അപ്പം അത് പിടിക്കുമെന്നറിയാം. നമ്മളിങ്ങനെ ഈ വചനം കൊടുക്കുമ്പോൾ പിടിക്കണ്ടേ? പിടിക്കാൻ ഇവന് നല്ല മരുങ്ങാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വചനം ഈ ലീഗൽ നിയമയുദ്ധം നടക്കുന്ന കാലത്ത് വചനം വായിക്കുമ്പോൾ ചില വചനങ്ങളിങ്ങനെ അഭിഷേകമായിട്ട് വന്ന് ആത്മാവിലേക്ക് അവിടെ കയറിയിരിക്കും. അങ്ങനൊരു വചനമാണ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഈ സമയം ജിയോ നീ എന്ത് ചെയ്യണമെന്നറിയാവോ? എന്താണ്? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ താഴ്മയോടെ നിൽക്കണം. നീ ഓവർ എൻതൂസിയാസം കാണിക്കരുത്. നിൻ്റെ ഈ മിസ്റ്റേക്ക് ഇല്ലെന്ന് നിനക്കറിയാം. മിസ്റ്റേക്ക് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? അഹങ്കാരം ഉണ്ടാവും. അതാണ് വിഷയം. മിസ്റ്റേക്ക് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് ഉള്ളിലൊരു അഹങ്കാരം ഉണ്ടാവും. അതാണ് വിഷയം. നമ്മൾ തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ ആ തെറ്റുകാരൻ അല്ലാത്ത അവസ്ഥ തന്നെ ആത്മീയമായിട്ടൊരു തെറ്റായിട്ട് മാറും. എന്താ കാര്യം? നമുക്ക് അഹങ്കാരം ഉണ്ടാവും. അല്ലെങ്കിലും എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും നിൽക്കുന്ന താഴ്മയോടെ നിൽക്കാൻ പറഞ്ഞ അതിൻ്റെ അകത്തുള്ള ഒന്നാമത്തെ കാര്യം അകത്തെ ക്യാരിയോട് ചെയ്തുകൊണ്ട് നിൽക്കരുതെന്ന് എൻ്റെ അർത്ഥം. അഹങ്കാരം വെച്ചാൽ അകത്തെ ക്യാരി ചെയ്യും. അകത്തെ ഇങ്ങനെ ഭവിച്ചുകൊണ്ട് നിൽക്കും. ഞാൻ ഇപ്പം കർത്താവ് അവരോട് പറഞ്ഞില്ലേ, ഈ യഹൂദ പുരോഹിതന്മാരോട് പറഞ്ഞില്ലേ, നിങ്ങളത് കണ്ടു എന്നിട്ടും നിങ്ങൾ വിശ്വസിച്ചില്ലെന്ന്. അതാണ് വിഷയം. നിങ്ങളത് കണ്ടു എന്നിട്ടും നിങ്ങളത് വിശ്വസിച്ചില്ല. അങ്ങനെ വചനമില്ലേ? എടുത്ത് 21:30 നോക്കിയേ. ശ്രദ്ധിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ കൊച്ചു ജീവിതത്തെ കൈയടിച്ചുകൊണ്ട് ഇത്ര നല്ല ദൈവത്തോട് മത്തായി 21:30 അവൻ രണ്ടാമന്റെ അടുത്ത് ചെന്ന് ഇത് തന്നെ പറഞ്ഞു. അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. 32 എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു. നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. അതാണ് വിഷയം. അതായത് ഇതിൻ്റെ ഒരു സെൽഫ് എസ്റ്റീം കയറി വരുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണെങ്കിൽ ഒറ്റ നിപ്പേ പറ്റത്തുള്ളു. മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണെങ്കിൽ ഒറ്റ നിപ്പേ പറ്റത്തുള്ളു. എന്താണ്? താഴ്മയോടെ നിൽക്കണം. ഞാനെന്ന് പറഞ്ഞ് നിൽക്കരുത്. ഇവർ സംഭവിച്ചിരിക്കുന്നത്? യഹൂദ പുരോഹിതന്മാർക്ക് എന്താ സംഭവിക്കണത്? യോഹന്നാൻ ആരാണ്? ഏത് യോഹന്നാനാണ്? മംതാന സ്നാപകൻ. അവൻ നീതിയുടെ മാർഗത്തിലൂടെ വന്നു.
നിങ്ങൾ അവനെ റിജക്റ്റ് ചെയ്തു. ആര്? യഹൂദ പുരോഹിതന്മാരും സ്ക്രൈബന്മാരും അതുപോലെ തന്നെ ഫരിസേയരും റിജക്റ്റ് ചെയ്തു. പക്ഷെ ആരാണ് അവനെ അക്സെപ്റ്റ് ചെയ്തത്? ചുങ്കക്കാരും പാപികളും മാനസാന്തരപ്പെട്ടു. അവർ കൊടിയ പാപികൾ മാനസാന്തരപ്പെട്ടു. അവർ മാനസാന്തരപ്പെട്ടത് കണ്ടിട്ട് പോലും നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. കാര്യം എന്താണ്? നിങ്ങൾ വലിയ കേമന്മാരാണെന്ന് പറഞ്ഞിരുന്നെന്ന വിഷയം. അവിടെ താഴ്മയില്ലല്ലോ, അവിടെ താഴ്മയില്ല. ദൈവതിരുസന്നിധിയിൽ ഒരു കേമത്വത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് ഇടവകയിലൊക്കെ ചെല്ലുമ്പോൾ പണ്ട് കാരിസ്മാറ്റിക് നല്ല തലമൂത്ത കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോയി പങ്കെടുത്ത ആൾക്കാർ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ പട്ടാളക്കാരോട് സംസാരിക്കാൻ അവരിയ്ക്കും. പട്ടാളക്കാരോട് സംസാരിച്ച പട്ടാളക്കാരെന്ത് ചെയ്യുന്നറിയാമോ? മറ്റുള്ളവരെ സിവിലിയന്മാരെന്നാണ് വിളിക്കണത്. പട്ടാളക്കാരെല്ലാവരും തന്നെ കോമൺ പീപ്പിളിനെ, പബ്ലിക്കിനെ സിവിലിയൻ എന്നാണ് വിളിക്കണത്. വെച്ച് കഴിഞ്ഞാൽ നോട്ട് ട്രെയിൻഡ് പീപ്പിൾ എന്നാണ് എൻ്റെ അർത്ഥം. നോട്ട് ട്രെയിൻഡ് പീപ്പിൾ. അവരെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഈ സിവിലിയൻ എന്ന് പറയുന്ന ബുദ്ധിയും ബോധവും ഇല്ലാത്തതിനെ സംരക്ഷിക്കാനാണ് അവർ തോക്കെടുത്ത് ഈ അഭ്യാസം പഠിച്ചിരിക്കണമെന്നാണ്, അതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം സിവിലിയൻ എന്നാണ് പട്ടാളക്കാർ നമ്മളെ വിളിക്കുന്നത് എല്ലാവരും തന്നെ. ഇതുപോലെ ഈ കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്ന ആൾക്കാർ നാട്ടുകാരെ വിളിക്കുന്നത് ലോകത്താന്മാരെന്ന് വിളിക്കും. ഇതാണ് വിഷയം. ഈ ഒരു മനോഭാവം വർക്കൗട്ട് ചെയ്യത്തില്ല. അവിടെ വിഷയം അതാണ് പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഉണ്ട്. അപ്പോൾ അതായത് ഈ മനുഷ്യന് ജസ്റ്റിഫൈ ചെയ്യാൻ 100,000 ഗ്രൗണ്ടുകളാണ്. കാര്യം ഈ ചെയ്തു കൂട്ടുന്ന പുണ്യങ്ങളെല്ലാം ക്ലെയിമിന് പറ്റണതാണ്. പക്ഷെ ക്ലെയിം ഒന്നും കാണിക്കരുതെന്നാണ് ഈശോ പറയണത് അയാളോട്. ഇപ്പോൾ ചുങ്കക്കാരനും ഫരിസേയനും പോയി പ്രാർത്ഥിക്കണില്ലേ, ഞാൻ ആഴ്ചയിൽ ഉപവസിക്കുന്നു, എല്ലാത്തിൻ്റെ ദശാംശം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ചുങ്കക്കാരനാകട്ടെ അകലെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്വർഗത്തിൽ കണ്ണു ഉയർത്താൻ പോലും നിവൃത്തിയില്ലാതെ ദൈവമേ പാപിയായ എൻ്റെ മേൽ കരിയണം, ക്ലെയിമില്ല. അപ്പം നമ്മൾ എന്ത് ക്ലെയിം എടുത്താലും ദൈവത്തിൻ്റെ ക്ലെയിം അല്ല. ക്ലെയിമിനെ കുറിച്ചൊരു അഹംഭാവം ചില സമയത്ത് നമുക്കുണ്ടാവും. ആധ്യാത്മിക അഹങ്കാരമാണ് സാധാരണ അഹങ്കാരത്തേക്കാൾ കൂടുതൽ. വെറുതെ ആ ക്ലെയിം അടിക്കും. ഇവർ എല്ലാ പരിപാടികളും കാണിക്കുന്നത് ക്ലെയിം ആകാൻ വേണ്ടിയാണ്. പക്ഷേ ദൈവതിരുസന്നിധി ക്ലെയിം ഒന്നും ഹോണർ ചെയ്യത്തില്ല. അതുകൊണ്ട് ഈശോ തന്നെ പറഞ്ഞു, നിങ്ങൾ എന്ത് ക്ലെയിം എടുത്താലും ഒടുവിൽ പറഞ്ഞ വാക്ക് എന്താണ്? ഞങ്ങൾ പ്രയോജനരഹിതന്മാരായ ദാസന്മാരാണ്, കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയണം. നിലപാടുകളാണത്. ആധ്യാത്മികമായ ഒരു നിലപാട് ക്രിസ്തീയ ജീവിതത്തിൽ വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഇവനെ ഹെൽപ്പ് ചെയ്യാൻ നേരത്ത് ദൈവം ചെയ്യണം. ഒരാളെ ദൈവം ഹെൽപ്പ് ചെയ്യുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതെന്താണ്? ദൈവം അവനെ എളിമപ്പെടുത്താൻ വേണ്ടിയുള്ള ആദ്യത്തെ ലോറി ഇറക്കും. ആദ്യത്തെ വണ്ടി വരും ഇവനെ എളിമപ്പെടുത്താൻ വേണ്ടി. ആദ്യത്തെ വണ്ടി വരും. പക്ഷെ ഇവന് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഇവൻ വലിയ തലയിൽ എല്ലാത്തിനും പരിപ്പിച്ചടക്കണവനായിരിക്കും. 15 വയസ്സുള്ള അവൻ്റെ മകൻ തന്നെ കയറിയിട്ട് പപ്പ ആ പറഞ്ഞത് ശരിയല്ല കേട്ടാ. അപ്പം അമ്മ പപ്പ എവിടെയിങ്ങനെ സംസാരിക്കണമെന്ന് അമ്മ ചോദിക്കും. പക്ഷേ അപ്പോഴേ അപ്പായിക്കത് ഹർട്ടാവും. അയാൾക്കത് വൈരാഗ്യമായി മാറും. തൻ്റെ കൊച്ച് തൻ്റെ മുമ്പ് വിട്ട് നിന്ന് തന്നെ എതിരെ സംസാരിച്ചല്ലോ. പക്ഷേ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മനസ്സിലാകും, എന്നെ വെളിമപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ ആദ്യ നടപടി കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് ഇല്ലെന്നുണ്ടെങ്കിൽ ആ കൊച്ചിൻ്റെ തലയിൽ ഞൊട്ടിക്കൊണ്ട് അയാൾ പോവും. അതാണ് വിഷയം വേണ്ടത്. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ ലഭിച്ച അവസരത്തിന് ഞാൻ എൻ്റെ അമ്മയോടും തിരുക്കുമാരനോടും 1000 കോടി നന്ദി പറയുന്നു. ആദ്യമേ പറയട്ടെ, ഞാൻ സാക്ഷ്യം
പറയാൻ ഒരുപാട് വൈകിപ്പോയി. അതിന് ഞാൻ അമ്മയോട് തിരുക്കുമാരനോടും ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ പേര് ഡോക്ടർ നിഷ. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. ഞാനൊരു അക്രൈസ്തവ ഫാമിലിയിലെ ആളാണ്. ഞാൻ കൃപാസനത്തെ പറ്റി അറിയാൻ ഇടയായത് എൻ്റെ കൂട്ടുകാരികൾ ഷെയർ ചെയ്ത് അവരുടെ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്താണ്, അതായത് ഞാനൊരു അക്രൈസ്തവയാണ്, അപ്പോൾ എനിക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. എന്നാലും എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ അവരെയൊക്കെ വിളിച്ച് ചോദിച്ചു, എന്താണ് ഇത്, എനിക്ക് മനസ്സിലാക്കി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അവരെനിക്ക് കാര്യം പറഞ്ഞു തന്നു. എന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തില്ല. എനിക്കറിയില്ല ഉടമ്പടി എന്താണെന്നും അപ്പോൾ അറിയില്ലായിരുന്നു. 2023 ഡിസംബറിലാണ് ഞാൻ എൻ്റെ PhD പഠനം കംപ്ലീറ്റ് ആക്കിയത്. അതിനുശേഷം ഏകദേശം 10 മാസത്തോളം ജോലിയൊന്നും ഇല്ലാണ്ട് ഞാൻ വീട്ടിലായിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ മെറിറ്റിലാണ് എനിക്കിതെല്ലാം കിട്ടിയത്. അപ്പം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇതുണ്ട്, പഠിക്കാൻ കഴിവുണ്ടല്ലോ, പഠിച്ച് നേടിയതാണല്ലോ എന്നുള്ളൊരു ഭാവം മനസ്സിലുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ 10 മാസത്തോളം ജോലി ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്ന സാഹചര്യത്തിൽ ഒക്ടോബർ 13, 2024 ഞാൻ ആദ്യമായിട്ട് മാതാവിൻ്റെ നടയിൽ വന്ന് ഞാനും എൻ്റെ ഭർത്താവും 2 കുട്ടികളായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഉടമ്പടിയുടെ ആ സീരിയസ്നെസ്സൊന്നും എനിക്കറിയില്ല. എന്നും പ്രാർത്ഥിക്കും. രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ മുടങ്ങാതെ ഞാൻ ചെയ്യുന്ന ആളായിരുന്നു. വൈകുന്നേരത്തെ എനിക്ക് എത്താൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ വൈകുന്നേരത്തെ പ്രാർത്ഥനയും കൂടുമായിരുന്നു. അല്ലാണ്ട് ഇവിടുന്ന് തന്ന പത്രം അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് അറിയില്ലായിരുന്നു. എങ്ങനെ കൊടുക്കണം, അത് കൊടുക്കണമോ അതോ, അന്ന് എനിക്കൊരു മടിയും ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ, എൻ്റെ കൂട്ടുകാരികൾ ഷെയർ ചെയ്യുന്ന സാക്ഷ്യങ്ങളാണ് ഞാൻ കാണാൻ ഇടയായത്. ശരിക്കും പറഞ്ഞ സാക്ഷ്യങ്ങളാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാനൊന്നും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ ഞാനും സാക്ഷ്യങ്ങൾ കേൾക്കാനും അത് എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെ ഞാൻ ഷെയർ ചെയ്യാനും അതുവഴി ഒരുപാട് കൂട്ടുകാർ ഇത് എന്താണ്, നീ ക്രിസ്ത്യനായോ എന്നൊക്കെ ഒരുപാട് പേരെന്നെ കളിയാക്കി ചോദിച്ചു. പക്ഷെ അതിനൊന്നും ഞാൻ മറുപടി കൊടുത്തില്ല. എന്നെ രക്ഷിക്കുന്നവനാണ് എൻ്റെ ദൈവം എന്ന് വിശ്വസിച്ച് ഞാൻ അതിലൂടെ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ 13/10/2024 ഞാൻ ഉടമ്പടി എടുത്തു. അതുവരെ എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല. നവംബർ 1, 2024 ഞാൻ പഠിച്ച കോളേജിൽ തന്നെ അധ്യാപികയായിട്ട്, MBAയുടെ അധ്യാപികയായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. 1 മാസം പോലും എനിക്ക് മാതാവ് എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചില്ല. എനിക്ക് എത്രയും വേഗം മാതാവ് ജോലി തന്ന് അനുഗ്രഹിച്ചു. പക്ഷേ ജോലിക്കായിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞാൻ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ കടക്കേണ്ടി വന്നു. ഞാൻ 2 വീലറിലാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ ബാഗ്, എൻ്റെ തീസിസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ വണ്ടി ഓടിച്ച് പകുതി ഏകദേശം കോളേജിന് കുറച്ച് ബാക്കിലോട്ടായ സമയത്ത് വണ്ടി എൻജിൻ കംപ്ലൈൻ്റ് ആയിട്ട് വഴിയിലായി. അപ്പോൾ അച്ഛൻ്റെ ഒരു പ്രാർത്ഥനയിലും സാക്ഷ്യത്തിലും ഞാൻ കേട്ടിട്ടുണ്ട്, സഞ്ചാരി മാതാവ് നമുക്കൊപ്പം വരുമെന്നും നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറ്റും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, കുറച്ച് 15-20 മിനിറ്റേ ഉള്ളൂ ഇനി ഇൻ്റർവ്യൂവിന് കോളേജിൽ എനിക്ക് എത്തണം. പക്ഷേ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ ഒരാൾ, എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പയ്യൻ അവിടെ നിൽപ്പുണ്ട്. എൻ്റെ വണ്ടി നിന്നത് ആ പയ്യൻ്റെ ഫ്രണ്ടിലായിരുന്നു. അവൻ വന്നിട്ട് പറഞ്ഞു, ആ ചേച്ചി ഇതെന്തു പറ്റി? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, സ്റ്റാർട്ട് ആകുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി എൻജിൻ കംപ്ലൈൻ്റ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിനി ഇൻ്റർവ്യൂ ഉണ്ട്, എനിക്ക് പോകണം, ഇനി ഒരു 15 മിനിറ്റ് സമയമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, ചേച്ചി ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല. അവൻ തന്നെ വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിൽ വെച്ചു. തൊട്ടടുത്ത് തന്നെയാണ്. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ ആ വർക്ക്ഷോപ്പിൻ്റെ ഡോറിൽ മാതാവിൻ്റെ ഫോട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ മാതാവ് എനിക്ക് ഒരുക്കി തന്ന ആളാണ്. എൻ്റെ തടസ്സം മാറ്റാനായിട്ട് അമ്മ മാതാവ്, സഞ്ചാരി മാതാവ് എനിക്ക് ഒരുക്കി തന്ന ആളാണ് ഈ പയ്യനെന്ന് എനിക്ക് മനസ്സിലായി. ആ പയ്യൻ തന്നെ എനിക്കൊരു ഓട്ടോ വിളിച്ച് ഞാൻ ആ കറക്റ്റ് സമയത്തിന് ഇൻ്റർവ്യൂവിന് എത്തുകയും 29-30 പേരുണ്ടായിരുന്ന കാൻഡിഡേറ്റ്സിൽ നിന്ന് ഫസ്റ്റായിട്ട് എന്നെ സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്തു. അന്ന് എൻ്റെ ഇൻ്റർവ്യൂവിൽ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഉടമ്പടി കാശ് രൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിൽ ഫസ്റ്റ് ആകുകയും ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇതാണ് എനിക്ക് അമ്മ മാതാവ് ആദ്യമായി തന്ന, ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യമായിട്ട് തന്ന സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു ജോലി മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മാതാവിൻ്റെ അടുത്ത്. കാരണം അപ്പോഴും എൻ്റെ മെറിറ്റാണ്. പക്ഷേ അച്ഛൻ പറയും, നോട്ട് ബൈ മെറിറ്റ്, ബൈ ഗ്രേസ് എന്നാണ് എപ്പോഴും നമ്മൾ പറയുന്നത്.
പക്ഷെ അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്തൊരു ജോലി മാതാവ് തന്നു. ആ ജോലി എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാക്കിക്കൊണ്ട് ശമ്പളത്തിലും വർധനവ് തന്നുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും തന്നുകൊണ്ട് മാതാവ് എന്നെ അടുത്തൊരു ജോലിയിലോട്ട് പ്രവേശിപ്പിച്ചു. അതെൻ്റെ മാതാവ് തന്ന അടുത്തൊരു അനുഗ്രഹമാണ്. അതിലും ഈ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് ഇൻ്റർവ്യൂവിന് പോകുന്ന ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് ഇൻ്റർവ്യൂവിന് പോയത്. കാറിലാണ് പോയത്. കോളേജ് എത്താൻ ഒത്തിരി ദൂരമുണ്ട്. പക്ഷേ പകുതി ആയപ്പോഴത്തേനും ഞങ്ങളുടെ കാറ് ഭയങ്കരമായിട്ട് ചൂടായി. പിന്നെ വണ്ടി മുന്നോട്ട് പോകുന്നില്ല. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 4-5 പ്രാവശ്യം കൊന്ത ചൊല്ലിയിട്ടാണ് ഇറങ്ങുന്നത്. എനിക്ക് കൊന്ത ചൊല്ലാൻ അറിയില്ല, പക്ഷേ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. എനിക്ക് രഹസ്യങ്ങൾ എന്താണെന്ന് അറിയില്ല, പക്ഷേ ഞാൻ അതും പഠിച്ചു. ഞാൻ അങ്ങനെ കൊന്ത ചൊല്ലിയിട്ടാണ് ഞാനന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 4 വട്ടം കൊന്ത ഫുള്ളായിട്ട് ചൊല്ലിയിട്ട് ഇറങ്ങിയത്. എന്നിട്ട് ഞാൻ കാറിലിരുന്നിട്ട് എൻ്റെ കയ്യിൽ ഈ കാശുമാലയുണ്ട്, അത് വെച്ചിട്ട് ഞാൻ കാശുരൂപവും കൊന്തയും ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ കൊന്ത ചൊല്ലുമായിരുന്നു. കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുകയാണ്, മാതാവേ എന്നെ സമയത്തിന് ഇൻ്റർവ്യൂവിന് എത്തിക്കണേന്ന്. അങ്ങനെ. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്ക്, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനും പരിചയമില്ല. അതൊരു ഇടുങ്ങിയൊരു സ്ഥലത്താണ് വണ്ടി നിൽക്കുന്നത്. ഞങ്ങൾക്ക് പരിചയക്കാരും ഇല്ല. അവിടെ ഒറ്റപ്പെട്ട സ്ഥലമാണ്. പക്ഷെ അവിടെ ഒരു വീട്ടിൽ ഞങ്ങൾക്ക് വഴിയിൽ കിടന്നൊരു കുപ്പി കൊണ്ടുപോയി ഹസ്ബൻഡ് വെള്ളം നിറച്ച് കാറിൽ ചൂട് കാർബറേറ്ററിൽ ചൂട് തണുപ്പാക്കാനായിട്ട് കുറേ സമയം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ ആക്റ്റീവയിൽ വന്നിട്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെ ഹസ്ബൻഡിനോട് സംസാരിക്കുകയും അങ്ങനെ ആ പുള്ളിയും ഹസ്ബൻഡും കൂടെ വളരെ പെട്ടെന്ന് തന്നെ കാറ് ശരിയാക്കുകയും അത് നമുക്ക് സമയത്തിന് ഇൻ്റർവ്യൂവിന് എത്താനും പറ്റി. അതും ഞാൻ കാരണം മാതാവിൻ്റെ കാശുരൂപവും തൈലവും ഒക്കെ പുരട്ടിയിട്ടാണ് വരുന്നത്. പിന്നെ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ട് വണ്ടിയിലിരിക്കുകയാണ്. പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഫുള്ള് കൊന്ത ചൊല്ലലായിരുന്നു, കാണാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. യൂട്യൂബിൽ കേട്ടിട്ടാണ് ഞാൻ ചൊല്ലുന്നത്. എനിക്കതേ അറിയാവൂ. യൂട്യൂബിൽ പിന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഡയറിയിൽ ഞാൻ ഫുൾ രഹസ്യങ്ങളും എഴുതി വെച്ച് ചൊല്ലും. അപ്പോൾ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് സമയത്തിന് ഇൻ്റർവ്യൂവിന് പോകാനും പറ്റി. കാശുരൂപം പിടിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതും. അതിൽ ഞാൻ ഫസ്റ്റായിട്ട് വരികയും അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായി അസോസിയേറ്റ് പ്രൊഫസർക്കും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായി ഞാൻ കയറുകയും എൻ്റെ ജോലി കുറച്ചുകൂടെ ഉന്നതിയിലോട്ട് എൻ്റെ മാതാവ് എത്തിച്ചു. അതെൻ്റെ 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ 2018 മുതലേ UK നോക്കുന്ന ഒരാളായിരുന്നു. അപ്പം PhDക്ക് അപ്പം ഞാൻ ജോയിൻ ചെയ്തില്ല. പക്ഷേ എനിക്ക് ഒത്തിരി ഏജൻസിയെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടും എനിക്ക് കിട്ടുന്നില്ല. അന്ന് ഫാമിലിയായിട്ട് പോകാനൊക്കെ നോക്കി. പക്ഷേ പിന്നെ ഇപ്പോൾ റൂളൊക്കെ ചേഞ്ച് ആയിട്ട് എനിക്ക് ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നടന്നില്ല. 2ാമത്തെ ഉടമ്പടി 6/6 ഞാൻ പുതുക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, മാതാവിൻ്റെ ഹിതം എന്താണോ അതിൻ്റെ ജീവിതത്തിൽ നിറവേറണം. വേറൊന്നും എൻ്റെ ഫിസിക്കലി ഉള്ള ഒരു ആഗ്രഹവും ഞാൻ എഴുതിയിട്ടില്ല. എഴുതിയത് എൻ്റെ ആദ്യത്തെ നിയോഗം എഴുതിയത് എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ അച്ഛൻ, എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ നിയോഗം. ബാക്കി 5 നിയോഗവും ഞാൻ എഴുതിയത് മാതാവിൻ്റെ ആഗ്രഹം എന്താണോ, മാതാവിൻ്റെ ഹിതമനുസരിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് പോകണം എന്ന് മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. ഒന്നും ഞാൻ അതിനകത്ത് ചോദിച്ചില്ല. പക്ഷേ മാതാവിനോട് ചോദിക്കാതെ തന്നെ മാതാവ് എനിക്ക് തന്നു. 6/6/2025 ഞാൻ 2ാമത് എൻ്റെ ഉടമ്പടി പുതുക്കിയത്. അതിനുശേഷം ഒക്ടോബർ 3 ഞാൻ UK പോയി. അതിനുശേഷം ഇവിടെ എനിക്ക് വിസ വന്ന സമയത്ത് പോകുന്നതിന് 2 ദിവസം മുന്നേ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്നു, മാതാവിനെ കണ്ടു. പക്ഷെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റാണ്ടാണ് ഞാൻ പോയത്. അതെനിക്ക് മനസ്സിന് ഭയങ്കര ഒരു ഭാരമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ എനിക്ക് വിൻ്റർ ബ്രേക്കാണ്. ഞാൻ അവിടെ പഠിക്കാനാണ് പോയത്. ഞാൻ അവിടെ സ്പെഷ്യൽ സ്റ്റുഡൻസിൻ്റെ ഒരു പഠനമാണ് ചെയ്യുന്നത്. ഓട്ടിസം, ADHD ഒക്കെ വന്ന കുട്ടികളെ പറ്റിയുള്ളൊരു പഠനമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇപ്പം വിൻ്റർ ബ്രേക്ക് ആയതുകൊണ്ട് ഞാനിപ്പോൾ നാട്ടിൽ വന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് അമ്മയുടെ നടയിൽ വന്ന് സാക്ഷ്യം പറയാണ്ട് പോകാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞത്. അങ്ങനെ എനിക്ക് എൻ്റെ ആ ആഗ്രഹവും മാതാവ് നടത്തി തന്നു. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യം. 4ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെയാണ്. അതായത് എൻ്റെ അച്ഛന് ഞാൻ ഒറ്റ മകളാണ്. അപ്പോൾ 25/11/2025 എൻ്റെ അച്ഛൻ ഒന്ന് വീണായിരുന്നു. അപ്പം അച്ഛന് കുറച്ച് ഏജുണ്ട്. അച്ഛൻ വീണപ്പോൾ അച്ഛൻ്റെ വലത് കൈയുടെ എല്ല് പൊട്ടിപ്പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അന്ന് ഞാൻ കോളേജിലാണ്. അപ്പം വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ വീണു, കയ്യിലേക്ക് ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഹസ്ബൻഡും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ വന്നു. ഞാൻ വേറൊന്നും എടുത്തില്ല. എൻ്റെ ബാഗ്
കൊണ്ട് വെച്ചിട്ട് ആകെ എടുത്തത് കൊന്തയും കാശ് രൂപ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് രണ്ടും എടുത്തുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് ഓടി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞത് സർജറി ചെയ്യാണ്ട് എല്ല് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സർജറി വേണം. പക്ഷേ അച്ഛൻ്റെ പ്രായത്തിന് അത് സർജറി ഇമ്പോസിബിൾ ആണ്. അച്ഛന് ഷുഗറുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവേ അച്ഛന് സർജറി താങ്ങൂല, അച്ഛന് സർജറി ഇല്ലാണ്ട് മാതാവ് സുഖപ്പെടുത്തി കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് ആദ്യം ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. അടുത്ത ഡോക്ടർ രണ്ടാമത് എക്സ്റേ എടുത്തിട്ട് നമ്മളെ വിളിപ്പിച്ചു. അപ്പോഴും ഞാൻ ഡോക്ടർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഈ കാശുരൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, മാതാവേ ഡോക്ടർ തിരുത്തി പറയണേ, ഓപ്പറേഷൻ ഇല്ലാണ്ട് തന്നെ അച്ഛൻ സുഖപ്പെടണേന്ന് ഞാൻ ഭയങ്കര കണ്ണീരൊഴുകി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടർ എന്നെ ഹസ്ബൻഡിനെ അകത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു സർജറി ചെയ്യണ്ട, പകരം നമുക്ക് 3 മാസം ബാൻഡേഡ് ഇട്ട് നോക്കാം. അപ്പം എല്ല് ശരിയായി ഊറിപ്പിടിക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് സർജറിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണീരോടുള്ള പ്രാർത്ഥനയാണ് മാതാവ് കേട്ടത്. കാരണം അച്ഛന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ സർവൈവായിട്ട് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രായമാണ്. അങ്ങനെ എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും 3 മാസം കൊണ്ട് എൻ്റെ അച്ഛൻ സ്വന്തമായിട്ട് ചോറ് വാരി കഴിക്കുന്ന അവസ്ഥയിലോട്ട് വരികയും ചെയ്തു. അച്ഛൻ്റെ കൈ വയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ എന്നും രാവിലെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥിക്കും. ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ എക്സ്റേ എല്ലാം ബുക്കിനകത്ത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ എന്താണോ തലേ ദിവസം വചനം വായിച്ചത് ആ വചനം തന്നെയാണ് ജോസഫ് അച്ഛൻ പിറ്റേന്നത്തെ പ്രാർത്ഥനയിലും പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്നിട്ട് അന്ന് എഴുതി, മാതാവേ അങ്ങനെ അച്ഛനൊരാൾ സഹായം ഇല്ലാണ്ട് എഴുതിക്കാൻ പറ്റില്ല, അപ്പോൾ ആരുടെ സഹായം ഇല്ലാണ്ട് അച്ഛനെ ഒന്ന് എഴുന്നേക്കാൻ പറ്റണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ ആരുടെ സഹായം ഇല്ലാതെ എഴുന്നേക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ പുറകെ വന്ന് അച്ഛൻ നിൽക്കുക. ഞാൻ പ്രാർത്ഥിച്ച ഇത്രയേ ഉള്ളൂ, ആരുടെ സഹായം ഇല്ലാതെ എഴുന്നേക്കാൻ പറ്റണേ എന്ന്. അപ്പോൾ അച്ഛൻ വന്ന് നിൽക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛൻ എങ്ങനെ എഴുന്നേറ്റ് വന്നോന്ന് ചോദിച്ചാൽ അച്ഛൻ എന്നെ അറിയില്ല. അതെൻ്റെ ഒരു അടുത്തൊരു സാക്ഷി. ഞാൻ അച്ഛൻ്റെ കയ്യിൽ തൈലം പുരട്ടി എല്ലാ ദിവസവും ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു. അച്ഛൻ്റെ കയ്യിൽ തൈലം പുരട്ടി നെറ്റിയിലും കയ്യിലും കാലിലും ഒക്കെ കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു. തേന് കൊടുക്കുമായിരുന്നു അച്ഛന്. അങ്ങനെയൊക്കെ. പിന്നെ അച്ഛനെ കൊന്ത വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛൻ കിടക്കുന്ന റൂമിൽ ഞാൻ മാതാവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ ബൈബിൾ അച്ഛൻ്റെ അടുത്തിരുന്ന് ഞാൻ വായിക്കും. ബൈബിൾ വായിക്കാനല്ല, പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ പുതിയ നിയമം മാത്രമേ ഉള്ളൂ, പക്ഷേ അത് ഞാൻ വായിക്കുമായിരുന്നു. അങ്ങനെയുള്ള പല പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എൻ്റെ അച്ഛൻ്റെ ഒരു സുഖപ്രാപ്തിക്കായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് എൻ്റെ അമ്മ മാതാവ് നേടിത്തന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ. പിന്നെ അതുപോലെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും എല്ലാ ശനിയാഴ്ചകളിലും മെഡിക്കൽ കോളേജ്, ജനറൽ ഹോസ്പിറ്റൽ, RCC അതുപോലുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം ശ്രീ ചിത്ര അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ട് ഉച്ച സമയത്ത് ചോറ് പൊതി കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ പത്രം എല്ലാവർക്കും എത്തിക്കുമായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരികൾ, എൻ്റെ നാട്ടുകാർ, ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആൾക്കാർ, അവരുടെ അടുത്തെല്ലാം എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ മാതാവിനെ പറ്റിയിട്ടും എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷേ ഞാൻ അവരിൽ നിന്നൊക്കെ ഒത്തിരി പഠിക്കുകയും ചെയ്തു. എനിക്ക് കഴിവുള്ള കാര്യങ്ങൾ അവരിലോട്ട് പറഞ്ഞു കൊടുക്കുകയും ഒരു വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ എനിക്ക് കഴിയുകയും ചെയ്തു. പിന്നെ എൻ്റെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് ഞാൻ മുടക്കാറില്ല. എല്ലാ ദിവസവും അച്ഛൻ പറയുന്ന വചനങ്ങൾ ഞാനൊരു ഡയറിയിൽ എഴുതി വെക്കും. എല്ലാ ദിവസവും ഡേറ്റ് ഇട്ട് എഴുതി വെക്കും. എനിക്ക് വചനം പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഞാൻ തന്നെ ഒരു വചന ബോക്സ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. കളർ പേപ്പർ വാങ്ങി കട്ട് ചെയ്തിട്ട് ഓരോ വചനങ്ങൾ അച്ഛൻ പറഞ്ഞ ഓരോ ദിവസങ്ങൾ പറഞ്ഞ വചനങ്ങൾ ഞാൻ എഴുതി കുഞ്ഞു എഴുതി ഞാൻ തന്നെ ഒരു ബോക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തത്. അമ്മ മാതാവും തിരുക്കുമാരനും എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നെ അമ്മയുടെ എപ്പോഴും ഞാൻ എഴുതാറുള്ളൊരു കാര്യമാണ്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. എൻ്റെ എല്ലാ ബുക്കിലും അതാണ്. എൻ്റെ എല്ലാ ബുക്കിലും ഞാൻ എഴുതുന്ന ഒറ്റ ഒരു സെൻറ്റൻസ് അതാണ്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തെ മാറ്റണമേ എന്ന്. അതെനിക്ക് അമ്മ മാതാവ് സാധിച്ചു തന്നു. ഇനി എനിക്ക് എൻ്റെ അമ്മ മാതാവിൻ്റെ തണലിൽ ജീവിക്കാനും എൻ്റെ മരണം വരെ അതിൽ കഴിയാനുമാണ് എൻ്റെ ആഗ്രഹം. അതെൻ്റെ അമ്മ മാതാവിനെ ഞാൻ വാക്ക് കൊടുക്കുന്നു. എല്ലാത്തിനും നന്ദി. വിശുദ്ധ അമ്മ മാതാവ് ഈശോ മിശിഹാ വഴി എനിക്കും എൻ്റെ കുടുംബത്തിനും നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാനിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുകയാണ്. എൻ്റെ പേര് അനില, ഇതെൻ്റെ ഹസ്ബൻഡ് ജോയൽ, ഇത് ഞങ്ങളുടെ മകൾ ഹെദർ. ഞങ്ങൾ കൽപ്പറ്റയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി പറയാൻ പോകുന്ന അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പേ, കൃപാസനത്തിനെ പറ്റി അറിയുന്നതിന് മുൻപേ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഒരു അത്ഭുതമാണ്. 2024 മെയ് 17 എൻ്റെ ഭർത്താവ് വളരെ ക്രിട്ടിക്കലായി കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ വെൻറ്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. അന്നേ ദിവസം
ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നറിയില്ല, വന്നാൽ തന്നെ അത് ഏതവസ്ഥയിലായിരിക്കും വരിക എന്നറിയില്ല. അങ്ങനെ വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. അന്ന് ഞാൻ വളരെ പകച്ചു നിന്നൊരു നിമിഷങ്ങളായിരുന്നു അത്. എൻ്റെ കുഞ്ഞിനെയും പിടിച്ച് ഞാൻ ആ ICUവിൻ്റെ ഫ്രണ്ടിൽ ബൈസ്റ്റാൻഡേഴ്സ് ഇരിക്കുന്ന ആദ്യത്തെ ബെഞ്ചിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് അറിയില്ലായിരുന്നില്ല. ആകെ എനിക്ക് ഓർമ്മ വരുന്നത് 91 സങ്കീർത്തനം മാത്രമായിരുന്നു. അത് ഞാൻ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അന്നേ ദിവസം രാത്രി ഒരു 2:45 ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു. ചുരിദാറായിരുന്നു വേഷം, കഴുത്തിലൊരു കൊന്ത ധരിച്ചിട്ടുണ്ട്. കൃപാസന മാതാവിൻ്റെ കാശുരൂപം എൻ്റെ നേരെ നീട്ടി. എന്നിട്ട് ചോദിച്ചു, ഇതാരാണെന്ന് അറിയാമോ? കൃപാസനത്തിനെ പറ്റി എനിക്ക് വലിയ ധാരണകളൊന്നുമില്ല, ആകെ മാതാവിനെ അറിയാം, കണ്ടിട്ടുണ്ട്, എൻ്റെ ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞിട്ടുള്ള ചെറിയൊരു അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അറിയാം എന്നുള്ള രീതിയിൽ തലയാട്ടി. ഒന്നും തിരിച്ചു പറയാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല ഞാൻ. പിന്നെ എന്നോട് പറഞ്ഞു, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ വീണ്ടും തലയാട്ടി. പിന്നെ എന്നോട് പറഞ്ഞു, രോഗിയെ കാണാൻ കയറുമ്പോൾ ഈ കാശുരൂപം ദേഹത്ത് മുട്ടിച്ച് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ വീണ്ടും തലയാട്ടി. ഇത്രയും സംസാരിച്ച് കഴിഞ്ഞിട്ട് ആ സ്ത്രീ അവിടെ നിന്ന് പോയി. എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പനും അമ്മയും എൻ്റെ പുറകിൽ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ അവരെന്നോട് സംസാരിക്കുന്നത് ഈ സീനൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ആ പുള്ളിക്കാരി എവിടെ നിന്ന് വന്നെന്നോ എങ്ങോട്ട് പോയെന്നോ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, ഞങ്ങളാരും കണ്ടിട്ടില്ല. അതിനുശേഷം അതായത് രാത്രി 2:45 പറയുമ്പോൾ ആ ICUവിൻ്റെ ഫ്രണ്ടിലുള്ള ബൈസ്റ്റാൻഡേഴ്സ് മാത്രം, അവർ ഉറങ്ങുന്ന സമയമാണ്. പുറത്തുനിന്ന് ഒരാളും വരാനുള്ള ഒരു അവസരം അവിടെ ഇല്ല. അത് ദൈവമാതാവ്, എൻ്റെ കൃപാസന മാതാവ് എൻ്റെ അടുത്ത് വന്നതാണെന്ന് ഞാൻ എൻ്റെ കുടുംബവും ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതനുസരിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ കൊന്ത ചൊല്ലണം. അത്ര മാത്രമേ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ ICUവിൻ്റെ ഫ്രണ്ടിൽ മുട്ടുകുത്തി നിന്ന് 3 മണി മുതൽ 4 മണി വരെ സമ്പൂർണ്ണ ജപമാല ചൊല്ലി തീർത്തു. അതിനുശേഷം ഞാൻ തിരിച്ചിരുന്നപ്പോൾ എനിക്ക് പൂർണ്ണമായ ഒരു ധൈര്യം കിട്ടി. എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ജീവിതത്തിലേക്ക് തിരിച്ചു വരും, അത് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അതിനുശേഷം എനിക്കൊരു തരി പോലും ഭയം തോന്നിയില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും ഡോക്ടർ വന്ന് പറഞ്ഞു, വീണ്ടും ക്രിട്ടിക്കൽ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. അങ്ങനെ വളരെ വളരെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചു. പക്ഷെ അപ്പോൾ പോലും എനിക്കൊരു ഭയം തോന്നിയില്ല. എൻ്റെ മാതാവിൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എനിക്ക് തന്നു. അന്ന് മാതാവ് ധൈര്യം തന്നു. അന്ന് ഡോക്ടർ വന്ന് പറഞ്ഞ് തിരിച്ചു പോയി കഴിഞ്ഞ് രാവിലെ ഉച്ചയോടെ 12:30 ആയപ്പോൾ ഹസ്ബൻഡിന് ബോധം വന്നു. ആൾക്കാരെ തിരിച്ചറിയാൻ തുടങ്ങി. അത് അവിടെ മിംസിലോട്ട് എത്തുമ്പോൾ ഹസ്ബൻഡിൻ്റെ BP എന്ന് പറയുന്നത് 11 ഉണ്ടായിരുന്നുള്ളൂ. ആളിന് ബോധം ഉണ്ടായിരുന്നില്ല. വീണ്ടും അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും BP വളരെ ഹൈ ആകും, വളരെ ലോ ആകും, അങ്ങനെയൊക്കെ ആയിരുന്നു തുടർന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ BP ഒക്കെ നോർമലായി വന്നു തുടങ്ങി. ബാക്കിയുള്ള അവയവങ്ങൾക്കൊന്നും ഒരു പരിക്കും ഒരു പ്രശ്നവും ഉണ്ടാകാതെ ദൈവം ഞങ്ങൾക്ക് തിരിച്ചു തന്നു. അന്ന് രാത്രി വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാമെന്ന് ഡോക്ടർ പറഞ്ഞു. അന്ന് വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി. പിറ്റേ ദിവസം ഞങ്ങൾ ICUവിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു, റൂമിലോട്ട് മാറ്റി. അവിടുന്ന് 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ തിരിച്ച് വയനാട്ടിലെ വീട്ടിലെത്തി. ഇത് എനിക്ക് അന്ന് കൃപാസനത്തിനെ പറ്റി അറിയില്ല. ഞാൻ അന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആകെ പറഞ്ഞത്, മാതാവേ, ഞാൻ എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ഈ ആൾത്താരെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം, എനിക്ക് തിരിച്ചു തരണേന്നായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷമാണ് കൃപാസനത്തിനെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചത്. അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടാൻ തുടങ്ങി, സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി, എൻ്റെ ചേച്ചീനോട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ തുടങ്ങി. ഞാൻ ആദ്യം ലൈറ്റൽ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് തോന്നി അത് പോരാ, ഞാൻ ഉടമ്പടി എടുക്കണം. കാരണം ഞാൻ ഉടമ്പടിയിൽ എടുക്കാതെ തന്നെ മാതാവ് എനിക്ക് ഇത്രയും അനുഗ്രഹം തന്നപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കണം എന്നെനിക്ക് മനസ്സിലായി. ഞാൻ എന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും ഓൺലൈൻ ഉടമ്പടി എടുത്തു. എന്നെക്കൊണ്ട് കഴിയാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ആ ഉടമ്പടി ഫോളോ ചെയ്തു പോന്നു. പിന്നെ 3 ആഴ്ചയ്ക്ക് ശേഷം റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ ഡോക്ടറിൻ്റെ അടുത്ത്. അപ്പോൾ അന്ന് ഒരു ചെറിയൊരു പ്രൊസീജിയർ ചെയ്യേണ്ടി വരും, ഒരു ദിവസം അഡ്മിറ്റ് ആവണം എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞു വിട്ടത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ പ്രൊസീജിയർ എങ്ങനെയും ചെയ്യേണ്ട വരുന്ന ഒരവസ്ഥ ഉണ്ടാകരുതെന്ന് കുറേ പ്രാർത്ഥിച്ചു. അന്ന് ഹസ്ബൻഡ് ആ പ്രൊസീജിയറിന് റെഡിയാക്കി അവിടെ റൂമിൽ കിടത്തിയപ്പോൾ ഹസ്ബൻഡും മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ പ്രൊസീജിയർ എന്നിൽ നിന്ന് എടുത്തു മാറ്റുവാണെങ്കിൽ ഞാൻ ഈ കൃപാസനത്തിലേക്ക് വന്നേക്കാവേ എന്ന് പറഞ്ഞു. ഡോക്ടർ പരിശോധിച്ചപ്പോൾ അന്ന് ആ പ്രൊസീജിയർ ചെയ്യാൻ പോകുന്ന ഒരു രോഗാവസ്ഥ എൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൃപാസന മാതാവിനെ കൂടുതൽ ഞങ്ങൾക്ക് അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന്
പിന്നെ തിരിച്ച് വയനാട്ടിലെത്തി 3 മാസത്തിനുള്ളിൽ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ ജോലി വേറൊരു ജോലിയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പം ഈ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് കോളുകൾ വന്നൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല, ആ ജോലിയിൽ കയറാനും കഴിഞ്ഞില്ല. അപ്പോൾ ജോലി ഒരു പ്രശ്നമായിട്ട് നിന്ന സമയത്ത് മാതാവിൻ്റെ ഉടമ്പടിയിൽ ഞാൻ എഴുതിയിരുന്നു. ആ ജോലി എൻ്റെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി തീരുന്നതിന് മുമ്പ് തന്നെ മാതാവ് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ വളരെ ഈസി ആയിട്ട് വളരെ കാര്യമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നൊരു കോളിലൂടെ തന്നെ ജോലിയിലോട്ട് പ്രവേശിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ജോലിക്ക് വേണ്ടി ഞങ്ങൾ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വീട് ശരിയാകാനുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് മാതാവ് ആളെ വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ലൊരു വീട്, അതും അവിടെ കിട്ടാവുന്നതിലും കുറഞ്ഞൊരു വാടകയ്ക്ക് മാതാവ് ഞങ്ങൾക്ക് ശരിയാക്കി തന്നു. ഇതെല്ലാം മാതാവ് ഞങ്ങൾക്ക് ജീവിതത്തിൽ തന്നുകൊണ്ടേയിരുന്ന അനുഗ്രഹങ്ങളാണ്. പിന്നെ ഒരിക്കൽ എൻ്റെ കുഞ്ഞിൻ്റെ കൈ കാറിൻ്റെ ഡോറിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി. ഈ 4 വിരലും ചതഞ്ഞ പോലെയായിരുന്നു. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. കൃപാസന ഉപ്പും തേനും നാവിൽ വെച്ച് കൊടുത്തു. നീര് ആദ്യം ചെറുതായിട്ടൊന്ന് വന്നു. 1 മണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ ഒരു നീരുമില്ല, ഒരു പാടുപോലും ഇല്ലാതെ മാതാവ് സൗഖ്യമാക്കി തന്നു. പിന്നെ എൻ്റെ മമ്മിയുടെ കാലിൽ വിരലിൽ വേദനയുണ്ടായിരുന്നു. അത് തൈലം തേച്ച് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് അത് വേഗം 1 ദിവസം കൊണ്ട് തന്നെ അത് മാറ്റി തന്നു. പിന്നെ ഒരു ദിവസം കുഞ്ഞ് കഫക്കെട്ട് കൂടിയിട്ട് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറങ്ങാതെ കരച്ചിലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല, മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഫലം ഉണ്ടാകുന്നില്ല. കുഞ്ഞ് ഉറങ്ങാതെ കരച്ചിലാണ്. അപ്പം ഞാൻ മാതാവിൻ്റെ തൈലം നെറ്റിയിൽ തേച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ ആയപ്പം കഫക്കെട്ടിൻ്റെ ഒരു തരി പോലും ഇല്ല, പൂർണ്ണമായിട്ട് മാതാവ് അത് മാറ്റി തന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഉടമ്പടി പുതുക്കുമ്പോൾ എല്ലാ പത്രങ്ങളും ഞാൻ എൻ്റെ ഇടവകയിൽ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കും കൊടുക്കും, ഞങ്ങളുടെ ഇടവകയിലുള്ള ആൾക്കാർക്കും കൊടുക്കാറുണ്ട്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങളുടെ ഒരു വിഹിതം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരച്ഛന് അയച്ചു കൊടുക്കാറാണ് ചെയ്യുന്നത്. പിന്നെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. ഞാനങ്ങനെ കൊന്ത ചെല്ലുന്ന ഒരാളോ അങ്ങനെ എനിക്കായിട്ട് ഞാൻ ഈശോയ്ക്കായിട്ട് സമയം മാറ്റിവെക്കുന്ന ഒരാളോ ഒന്നും ആയിരുന്നില്ല. കുടുംബ പ്രാർത്ഥന ചൊല്ലും, ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവും. അതല്ലാതെ ദൈവവിചാരം ഉണ്ടെങ്കിലും അങ്ങനെ ഇരിക്കാനുള്ളൊരു സംയമനം എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ ഒരു ദിവസം 4 ജപമാലയും പൂർത്തിയാക്കാൻ എനിക്ക് കഴിയാറുണ്ട്. അതെനിക്ക് മാതാവ് തന്ന വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ബാക്കിയുള്ളവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ കയറി സംസാരിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ അതെൻ്റെ മാതാവ് ധൈര്യം തന്നതിൻ്റെ പേരിൽ മാത്രമാണ്. ബാക്കിയുള്ള രോഗികളെ കാണുമ്പോൾ അനുകമ്പയോടെ സംസാരിക്കുക, അങ്ങോട്ട് കയറി സംസാരിക്കുക എന്നുള്ള ഒരു ഭയമായിരുന്നു എനിക്ക്. അതിനൊക്കെ മാതാവ് എന്നെ ധൈര്യം തന്ന് എപ്പോഴും ശക്തിപ്പെടുത്താറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾക്ക് നേടിത്തന്ന അമ്മ മാതാവിനും ഈശോ മിശിഹായ്ക്കും 1000 നന്ദി.